ജിയോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ പ്രധാന കവാടം കടന്ന് ഉള്ളിൽ പ്രവേശിച്ചു. പ്രധാന 3 കവാടങ്ങൾ ഇവിടെയുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഒരു മാപ്പ് ഇവിടെ കാണാം. 37 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഇത് ആഴ്ചകളെടുത്തേ കണ്ടു തീർക്കാൻ പറ്റുകയുള്ളൂ. 1996 ആരംഭിച്ച ഫെസ്റ്റിവലിൻ്റെ 29ാം സീസണാണിത്. 2024 ഒക്ടോബർ 16 ആരംഭിച്ച് ഈ വർഷം എന്നുവെച്ചാൽ 2025 മെയ് 11 ഈ സീസൺ അവസാനിക്കും. ഈ കാലയളവിൽ വീക്ക് ഡേയ്സിൽ ഉച്ചതിരിഞ്ഞ് 4 മണി മുതൽ രാത്രി 12 മണി വരെയും വീക്കെൻഡിൽ ഉച്ചതിരിഞ്ഞ് 4 മുതൽ രാത്രി 1 മണി വരെയുമാണ് സന്ദർശകർക്ക് അനുവദനീയമായ സമയം. പബ്ലിക് ഹോളിഡേയ്സ് ഒഴികെയുള്ള വീക്ക് ഡേയ്സിൽ എന്നുവെച്ചാൽ ഞായർ തൊട്ട് വ്യാഴം വരെ ഒരാൾക്ക് 25 ദിറമാണ് പ്രവേശന നിരക്ക്. ബാക്കിയുള്ള ദിവസങ്ങളിൽ എൻട്രി ഫീ 30 ദിറവും കൊടുക്കണം. എന്നാൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 65 വയസ്സിന് മുകളിലുള്ളവർക്കും അംഗപരിമിതി ഉള്ളവർക്കും പ്രവേശനം തികച്ചും സൗജന്യമാണ്. ഏതാണ്ട് 7 മാസത്തോളമുള്ള ഈ ഫെസ്റ്റിവലിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് 2024 ഡിസംബർ 6 മുതൽ 2025 ജനുവരി 12 വരെയാണ്. 30 പവലിയനുകളിലായി നമ്മുടെ ഇന്ത്യ അടക്കം 90-ൽ അധികം രാജ്യങ്ങൾ ഈ ഫെസ്റ്റിവലിൽ പങ്കുചേരുന്നുണ്ട്. ഇവിടേക്ക് ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. റഷീദിയ മെട്രോ സ്റ്റേഷനിൽ നിന്നും റൂട്ട് 102 ബസ്സും യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും റൂട്ട് 103 ബസ്സും ഗുബൈബ മെട്രോ ബസ് സ്റ്റേഷനിൽ നിന്നും റൂട്ട് 104 ബസ്സും മാൾ ഓഫ് ദി എമിറേറ്റ്സ് മെട്രോ സ്റ്റേഷനിൽ നിന്നും റൂട്ട് 106 ബസ്സും സർവീസ് നടത്തുന്നുണ്ട്. കാറിലും മറ്റും വരുന്നവർക്കായി 25,000-ൽ അധികം പാർക്കിംഗ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട്. പകൽ കാണുന്നതിലും വിഭിന്നമാണ് ഇവിടുത്തെ രാത്രി കാഴ്ച. അതിമനോഹരമാണ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ദിനംപ്രതി ആയിരക്കണക്കിന് സന്ദർശകർ ഇവിടെ എത്തുന്നുണ്ട്. കണക്കനുസരിച്ച് ഒരു ദിവസം 50,000 തൊട്ട് 70,000 സന്ദർശകർ വരെ ഇവിടെ എത്താറുണ്ട്. ഇവിടെ മാത്രമല്ല, യുഎഇയുടെ എല്ലാ എമിറേറ്റ്സുകളിലും സന്ദർശകർക്ക് കാഴ്ചവെക്കുവാൻ വിസ്മയങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സന്ധ്യ മയങ്ങി വരുന്നതേ ഉള്ളൂ. രാത്രിയിലാണ് ഇതിൻ്റെ ഭംഗി കൂടുക. ആബാലവൃദ്ധ ജനങ്ങളും ഇവിടെ വരുന്നുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ബഗി സർവീസും ഇവിടെ ലഭ്യമാണ്. വീൽ ചെയറിൽ വരുന്നവരെയും കാണാം. ഇപ്പോൾ നല്ല തണുപ്പ് സീസൺ ആയതിനാൽ എല്ലാവർക്കും ഒരുപോലെ ഇതെല്ലാം ആസ്വദിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ചൂട് കുറഞ്ഞു വരുന്ന ഒക്ടോബർ മുതൽ ചൂട് കൂടുന്നതിന് മുമ്പുള്ള മെയ് മാസം വരെ സീസൺ ക്രമീകരിച്ചിരിക്കുന്നത്. കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ എല്ലായിടവും സന്ദർശകരെ കൊണ്ട് നിറയും. പല പ്രവേശന കവാടത്തിലൂടെ ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടമായി വരുന്നവർ ഒന്നിച്ചു പോകുവാൻ ശ്രദ്ധിക്കണം. കൂട്ടം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നത് കുവൈറ്റിൻ്റെ പവലിയനാണ്. അവിടേക്ക് ഒന്ന് കയറി നോക്കാം. കയറുമ്പോൾ കാണുന്നത് ധാരാളം വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും അതുപോലെ പെർഫ്യൂമിൻ്റെയും ഷോപ്പുകളാണ്. ലേഡീസ് കസ്റ്റമേഴ്സിനെ ഉന്നം വെച്ചുള്ള ഡ്രസ് ഷോപ്പുകളാണ് അധികവും. അവിടെ നിന്നും പുറത്തിറങ്ങി ഇനിയും അടുത്തുള്ള പവലിയനിലേക്ക് പോകാം. തൊട്ടടുത്തതായി ഉള്ളത് യമൻ്റെ പവലിയനാണ്. അതിന് അടുത്തതായി ബഹ്റിനും പിന്നെ ഈജിപ്തും മൊറോക്കോയുമാണ്. എല്ലായിടവും ശബ്ദ കോലാഹലമാണ്. വിവിധ രാജ്യക്കാർ അവരവരുടെ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നതും ഉച്ചഭാഷണിയിലൂടെ വരുന്ന സംഗീതവും എല്ലാം കൂടി ഇടകലർന്നുണ്ടാകുന്ന ശബ്ദവീചികൾക്കുള്ളിൽ നമ്മൾ അലിഞ്ഞു ചേരുന്ന നിമിഷമാണിത്. ഇനിയും യമൻ്റെ പവലിയനിൽ കയറി നോക്കാം. ഇവിടെ ധാരാളം പെർഫ്യൂം ഷോപ്പുകളും സ്പൈസസ് ഷോപ്പുകളും ഡ്രസ് ഷോപ്പുകളുമുണ്ട്. ഷോപ്പുകൾ സജീവമാകുന്നതേ ഉള്ളൂ. തേനും അതിൻ്റെ ബൈ പ്രോഡക്ട്സുകളും വിൽക്കുന്ന ഷോപ്പുകളും ഉണ്ട് ഇവിടെ. ആയുധങ്ങൾ, ആഭരണങ്ങൾ, മറ്റു അലങ്കാര വസ്തുക്കൾ എല്ലാം ഇവിടെയുണ്ട്. വിവിധ സുഗന്ധദ്രവ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായ മസാലപ്പൊടികളും ഇവിടെയുണ്ട്. കുന്തിരുക്കം തൊട്ട് ഔഷധ ഗുണമുള്ള ഉണങ്ങിയ ഇലകളും നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇത് നാരങ്ങ വട്ടത്തിൽ മുറിച്ച് ഉണക്കി വെച്ചിരിക്കുകയാണ്. മുറിക്കാതെ തൊലി കളഞ്ഞ് ഉണക്കിയതുമുണ്ട്. അതുപോലെ വലിയ ചുവന്ന മുളക് ഉണക്കി വെച്ചിട്ടുമുണ്ട്. ഇവിടെ ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് വേണം പറയാൻ. ഇതെല്ലാം കണ്ട് യമന്റെ പവനിയിൽ നിന്നും വെളിയിലിറങ്ങി. വെളിയിൽ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇനിയും പോകേണ്ടത് ബഹ്റിനും അത് കഴിഞ്ഞ് ഈജിപ്തുമാണ്. ബഹ്റിനിൽ കയറി, പക്ഷേ ഇവിടെ കുറച്ച് ഡ്രസ് ഷോപ്പുകളല്ലാതെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കതായി ഒന്നുമില്ല. അവിടെ നിന്നും വേഗം വെളിയിലിറങ്ങി. വീഡിയോയിൽ കാണുന്നതിലും മനോഹരമാണ് നേരിൽ കാണുന്നത്. ഇനിയും ഈജിപ്തിൽ കയറണം. ഇരുണ്ട നിറത്തോടുകൂടി അക്കാണുന്നത് ഇറാഖിൻ്റെ പവലിയനാണ്. ഈജിപ്തിലെയും ഗ്രീക്കിലെയും പുരാവൃത്തങ്ങളിലുള്ള ഒരു സാങ്കല്പിക രൂപമാണ് സ്ഫിങ്സ്. ഇതിൻ്റെ രൂപം ഈജിപ്ത് പവലിയന് മുൻപിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരുടെ പുരാണത്തിൽ യാത്രികരോട് കടങ്കഥാ പ്രശ്നങ്ങൾ ചോദിക്കുകയും യഥാർത്ഥ ഉത്തരം പറയാത്തവരെ കൊല്ലുകയും ചെയ്തിരുന്ന സ്ത്രീമുഖവും സിംഹ ഉടലും ചിറകുകളുമുള്ള ഒരു രാക്ഷസിയാണ് സ്ഫിങ്സ്. ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെയും മറ്റു പവലിയനുകളെ പോലെ ഡ്രസ് ഐറ്റംസ് ആണ് കൂടുതൽ. കരകൗശല വസ്തുക്കളും ധാരാളം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈജിപ്ഷ്യൻ തനത് മിഠായികളും ഡ്രൈ ഫ്രൂട്ട്സുകളും ഇവിടെയുണ്ട്. ഇവരുടെ സംസ്കാരത്തെ വിളിച്ചോതുന്ന ശില്പങ്ങളും അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൻ്റെ മാതൃകയും കാണാം. അലങ്കാര വൈദ്യുത വിളക്കുകളാണ് ഇവിടെ. മോതിരം തുടങ്ങി നെക്ലേസ് പോലുള്ള ആഭരണങ്ങൾ വരെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കൈകൊണ്ടുണ്ടാക്കിയ ചെറിയ മരത്തിൻ്റെ ഫലകവും അതിൽ അറബിയിൽ എന്തോ ആലേഖനം ചെയ്ത് ഒരു കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. കുപ്പിക്കുള്ളിൽ മണലുകൊണ്ട് മനോഹരമായ ചിത്രപ്പണി ചെയ്യുന്നവരും ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ വിചിത്രമായ ഒരു ഷോപ്പിലേക്കാണ് ചെന്നിരിക്കുന്നത്. പണ്ടുകാലത്ത് ഈജിപ്തുകാർ പാപ്പിറസ് ചെടിയുടെ തണ്ടുകൊണ്ട് പേപ്പർ ഉണ്ടാക്കിയിരുന്നു. ഇപ്പോഴും അവരുടെ പഴമയെ നിലനിർത്താൻ അവർ പാപ്പിറസ് തണ്ടുകൊണ്ട് പേപ്പർ ഉണ്ടാക്കി അതിൽ അതിമനോഹരമായ ചിത്രങ്ങൾ കൈകൊണ്ട് വരച്ച് ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ഒരു ഷോപ്പാണിത്. പക്ഷേ ഇവിടെ പേപ്പർ ഉണ്ടാക്കുന്നില്ല. വരച്ചുണ്ടാക്കിയ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വെളിച്ചമില്ലെങ്കിലും പ്രകാശിക്കുന്ന ചിത്രങ്ങളാണിത്. നൂറുകണക്കിന് ചിത്രങ്ങൾ ഇവിടെയുണ്ട്. അതിൽ ദ ലാസ്റ്റ് സപ്പർ, സെയിന്റ് മേരി, 7 റണ്ണിംഗ് ഹോഴ്സസ്, പിരമിഡ്, അനേകം സീനറികൾ ഒക്കെയുണ്ട്. അവിടെ നിന്നും വെളിയിലിറങ്ങി. ഇനിയും അടുത്തുള്ള മൊറോക്കോയിലേക്ക് പോകാം. ഇത് കഴിഞ്ഞാൽ സൗദി പവലിയനാണ്.
മൊറോക്കോയിലുള്ളതും മിക്കതും ഡ്രസ് ഷോപ്പുകളാണ്. ഒന്ന് റൗണ്ട് അടിച്ചതിന് ശേഷം അവിടെ നിന്നും വെളിയിൽ ഇറങ്ങാൻ തീരുമാനിച്ചു. ഇത് ഇറാഖിൻ്റെ പവലിയനാണ്. തൊട്ടടുത്തത് ലെബനോൻ്റെ പവലിയനും. ഓരോ പവലിയനും സ്വർണ്ണവർണ്ണ നിറങ്ങളാൽ കുളിച്ചു നിൽക്കുകയാണ്. ഇനി കിങ്ഡം ഓഫ് സൗദി അറേബ്യയുടെ പവലിയനിൽ കയറി നോക്കാം. അവിടെയും പ്രത്യേകിച്ചൊന്നും വാങ്ങാനും കാണാനും ഇല്ലാത്തതിനാൽ അവിടെ നിന്നും വേഗം ഇറങ്ങി. ഇനിയും വരുന്നത് നമ്മുടെ ഇന്ത്യൻ പവലിയനാണ്. അവിടെ പോകുന്നതിന് മുമ്പായി ഇവിടെയുള്ള ടോയ്ലറ്റിൻ്റെ ബിൽഡിംഗ് കാണാം. ചൂണ്ടുപലകയിൽ എല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ആ ടോയ്ലറ്റ് കോംപ്ലക്സ്. ഇതുപോലും എത്ര മനോഹരമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കൂ. ഒരു ടോയ്ലറ്റ് എന്ന് കേട്ടാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുക? അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒന്നാണിത്. ഇക്കാണുന്നത് മറ്റൊരു ഗേറ്റാണ്. രാത്രിയിൽ ഇതിൻ്റെ എല്ലാം നിറം മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ ഗേറ്റിൻ്റെ ഭംഗി കണ്ടില്ലേ? രാജകൊട്ടാരവും അതിൻ്റെ വീതിയും ഓർമ്മയിൽ വരുന്നു. ഇനിയും നമ്മുടെ ഇന്ത്യൻ പവലിയനിലേക്ക് കയറാം. ഇവിടെയും മറ്റെല്ലാ സ്റ്റാളുകളിലെയും പോലെ ഡ്രസ് മെറ്റീരിയലുകളും ആഭരണങ്ങളും മറ്റുമേ കാണുവാൻ സാധിച്ചുള്ളൂ. അവിടെ നിന്നും വേഗം ഇറങ്ങി. നടന്ന് ഒരുപാട് ക്ഷീണിച്ചു. മുന്നോട്ടുള്ള നടത്തം ബുദ്ധിമുട്ടായി തോന്നി. ചുറ്റുമുള്ള കുറച്ച് പടങ്ങൾ എടുത്തു. പിന്നീട് അല്പം വിശ്രമിച്ചു. ഇരിക്കുവാനായി ധാരാളം ഇരിപ്പിടങ്ങൾ ഇവിടെ ഉണ്ട്. ഇനിയും ചൈനയിൽ ഒന്ന് പോകണം. ചൈന പുറമേ വളരെ സുന്ദരമായി ഒരുക്കിയിട്ടുണ്ട്. അവിടേക്ക് ധാരാളം വിസിറ്റേഴ്സ് പോകുന്നുണ്ട്. പക്ഷെ അവിടെയും നമ്മളെ നിരാശപ്പെടുത്തി. ഒരുപക്ഷെ നടന്ന ക്ഷീണം കൊണ്ടായിരിക്കാം നിരാശ തോന്നിയത്. അവിടെ നിന്നും പുറത്തിറങ്ങി. വെളിയിലിറങ്ങിയപ്പോൾ ഈ കാണുന്നത് സിറിയയുടെ പരമ്പരാഗത ചായ കച്ചവടക്കാരനാണ്. ഒറ്റ നോട്ടത്തിൽ ബാക്ക് പൈപ്പറെ പോലെ ഇരിക്കും. ധാരാളം പേർ കുടുംബവും കൂട്ടവുമായി അവിടെ എവിടെയായി മൈതാനത്ത് ഇരിപ്പുണ്ട്. അവിടെ ഒരു ഡാൻസ് സ്റ്റേജിൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഇതുപോലെ ഉള്ള പല സ്റ്റേജുകളും ഇവിടെയുണ്ട്. അതിൽ അതാത് സമയത്ത് വിവിധ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. 40,000-ത്തിലധികം ഷോകൾ ഓരോ സീസണിലും ഇവിടെ നടക്കാറുണ്ട്.
ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഫാൽക്കണിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ശില്പമാണിത്. UAE ദേശീയ പക്ഷിയാണ് ഫാൽക്കൺ. 50,000 ലൈറ്റ് കൊണ്ടാണിത് പ്രകാശിക്കുന്നത്. ഇതിങ്ങനെ നിറം മാറിക്കൊണ്ടേയിരിക്കും. 8 മീറ്റർ ഉയരവും 22 മീറ്റർ ചിറകു വിസ്തൃതിയും 8000 കിലോഗ്രാം ഭാരവും ഇതിനുണ്ട്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും കയറുവാൻ പറ്റുന്ന 31 റൈഡുകൾ ഇവിടെ സജ്ജമാണ്. ആമസോൺ ബോട്ട്, അറേബ്യൻ ഹോഴ്സസ്, അറേബ്യൻ നൈറ്റ്സ്, ബൗൺസ് പാലസ്, ഏതൻസ് സ്ലിംഗ് ഷോട്ട്, ബെയ്ജിംഗ് ബങ്കി, ഗ്ലോബൽ ബുർജ്, ക്യൂബൻ ഡാൻസ്, ലണ്ടൻ ലൂപ്പ്, കരീബിയൻ ഷിപ്പ് ഇവയൊക്കെ ഇതിൽ ചിലത് മാത്രം. ജപ്പാന്റെ പവലിയൻ ഇവിടെയാണുള്ളത്. അതിൽ കയറിയില്ല. അമേരിക്കയുടെ പവലിയനും തൊട്ടടുത്തായുണ്ട്. ഇവിടെ ഒന്ന് കയറി നോക്കാം. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒന്നും അവിടെ കണ്ടില്ല. അവിടെ നിന്നും ഇറങ്ങി. അവിടെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ഏരിയയിലുള്ള എല്ലാവരും ഇപ്പോൾ അവിടെയാണ്. കണ്ടവർ മറ്റിടങ്ങളിലേക്കും പോകുന്നു. ഇതാണ് ആ സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന ഇടം. ഡാൻസോ ബാലയോ മറ്റോ നടക്കുന്നു. അല്പനേരത്തേക്ക് അത് കണ്ടു നിന്നു. പ്ലാനറ്റ് സിറ്റി എന്ന് പേരുള്ള ഒരു സ്ഥലം കണ്ടു. അതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് വെച്ചാണ് പ്രവേശനം. തൽക്കാലം അവിടെ കയറുന്നില്ല. ഇവിടെയായി ഡാൻസിംഗ് ഫൗണ്ടൻ ഉണ്ട്. മറ്റൊരു അട്രാക്ഷനാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. വേണമെങ്കിൽ ഇതിനെ ബോട്ടിലെ തട്ടുകട എന്ന് പറയാം. ഒരു പോണ്ടിൽ ധാരാളം ബോട്ടുകൾ അനങ്ങാതെ ഫ്രെയിമിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഒരു ബോട്ടിൽ സന്ദർശകരെ കയറ്റി പോണ്ടിൽ കൂടെ കറങ്ങുന്നുണ്ട്. അതെല്ലാം കണ്ട് ഞങ്ങൾ അവിടെ നിന്നും പുറത്തു വന്നു. മടങ്ങിപ്പോകുവാൻ തീരുമാനിച്ചു. അപ്പോൾ സമയം 9 മണിയാകുന്നു. വൈകുന്നേരം 5 മണിയായപ്പോൾ വന്നതാണ്. നടന്ന് വളരെ ക്ഷീണിച്ചു. നമ്മളെ മാതിരി ക്ഷീണിച്ചവർ അവിടെയായി ഇരിപ്പുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറി വന്ന അതേ സ്ഥലമാണിത്. തിരക്ക് വർദ്ധിച്ചു. ചുവന്ന ആർച്ച് നമ്മൾ കയറി വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പ്രവേശന കവാടം ജനനിബിഡമാണ്. ഇതിനുള്ളിൽ ലൈറ്റുള്ള ബലൂൺ വിൽപ്പനക്കാരും പോപ്കോൺ വിൽപ്പനക്കാരും നടക്കുന്നുണ്ട്. പ്രവേശന കവാടം വഴി വെളിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കവാടത്തിൻ്റെ ലൈറ്റ് പല നിറത്തിൽ മാറി മറിയുന്നത് കാണാം. ഞങ്ങൾ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ട് വീണ്ടും ഒരു വട്ടം കൂടി ആ കവാടത്തിൻ്റെ പടം ക്യാമറയിൽ പകർത്തി. ഇനിയും അടുത്ത ഒരവസരത്തിൽ ഇവിടേക്ക് വരണമെന്നുള്ള ആശയോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.